നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. UDF ചേർപ്പ് മണ്ഡലം കൺവെൻഷൻ പഞ്ചായത്ത് ഭോജനശാലയിൽ നടന്നു. BJP വിഷം വമ്പിക്കുന്ന ഫാക്ടറിയാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ. മാപ്രാണത്ത് നഗരസഭാ സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ കല്ലേറ്. ഇരിങ്ങാലക്കുട നഗരസഭ 41-ാം വാർഡ് LDF സ്ഥാനാർത്ഥി വിമി വിജേഷിന്റെ വീടിന് നേരെയാണ് കല്ലേറ് നടന്നത്. കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ CPIM BJP അവിശുദ്ധ കൂട്ടുകെട്ട് സഹകരണ മേഖലയെ തകർത്തെന്ന് KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ. കോടന്നൂർ സെന്ററിൽ നടന്ന UDF പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ CPIM BJP അവിശുദ്ധ കൂട്ടുകെട്ട് സഹകരണ മേഖലയെ തകർത്തെന്ന് KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ. കോടന്നൂർ സെന്ററിൽ നടന്ന UDF പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷക്കാലമായി സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമാനമായ രീതിയിൽ ഈ പഞ്ചായത്തിലും 10 വർഷക്കാലമായി ഇടത് ഭരണം തുടരുകയാണ്. 10 വർഷക്കാലത്തെ വികസന മുരടിപ്പിന്റെ എല്ലാ ദുരന്തവും പേറിക്കൊണ്ടാണ് കേരളവും പാർലവും നിലകൊള്ളുന്നത്. എങ്ങനെയാണോ 10 വർഷക്കാലം ഈ രാജ്യത്തും സംസ്ഥാനത്തും കേന്ദ്ര സർക്കാരിനാലും കേരള സർക്കാരിനാലും സാധാരണക്കാരായ ജനങ്ങൾ പ്രയാസം അനുഭവിച്ചത്, ഏതാണ്ട് അതേ രീതിയിൽ 10 വർഷക്കാലമായി ഈ പഞ്ചായത്തിലെ ജനങ്ങളും ഇടതുപക്ഷ ഭരണത്തിന്റെ ദുരന്ത ഫലം പേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും സൗന്ദര്യം നിറഞ്ഞ ഈ ഭൂപ്രദേശം, പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള ഈ പഞ്ചായത്ത്, ആ പ്രകൃതിയുടെ അനുഗ്രഹത്തിനപ്പുറം ഭരിക്കുന്ന ആളുകളുടെ സമ്പൂർണമായ കെടുകാര്യസ്ഥത കൊണ്ട്, ഭരണപരാജയം കൊണ്ട് ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും അവികസിതമായിട്ടുള്ള ഒരു പ്രദേശമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികൾ കൈക്കൊള്ളേണ്ട ഏറ്റവും മികച്ച തീരുമാനം എന്ന് അവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് രാജ്യത്തെ ജനാധിപത്യം ഇന്നും നിലനിൽക്കുന്നതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടന നിലനിൽക്കുന്നതിനാലാണ് സകല മതസ്ഥർക്കും ഇവിടെ തുല്യനീതി ലഭിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കള്ളന്മാർക്ക് അയ്യപ്പൻ തക്ക ശിക്ഷ നൽകി. ATMിൽ നിന്ന് പണം എടുക്കുന്ന പോലെ അപ്പോൾ തന്നെ മറുപടിയും കിട്ടും. കേരളത്തിൽ വികസനം വരണമെങ്കിൽ UDF വരണം. 6 മാസം കഴിഞ്ഞാൽ മെസ്സി വന്നാലും വന്നില്ലെങ്കിലും UDF അധികാരത്തിൽ വരുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. 2010 ശേഷം നമുക്ക് പാർലമെന്റ് പഞ്ചായത്തിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ അധികാരത്തിൽ വന്നത് പുരോഗമനാത്മകമായി ചിന്തിക്കുന്ന ചില പ്രസ്ഥാനങ്ങളിലുള്ള നേതാക്കളാണ്. ഒന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. 2010 UDF പാർലമെന്റ് മണ്ഡലം എങ്ങനെയാണോ തിരിച്ചു പിടിച്ചത്, അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ നാം തിരിച്ചു പിടിക്കും എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതിനുള്ള സാഹചര്യങ്ങൾ, നല്ല സ്ഥാനാർത്ഥികൾ നമുക്കുണ്ടായിരിക്കുന്നു. നല്ല ജനപ്രതിനിധികളാവാൻ പറ്റിയ നേതാക്കൾ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഈ പഞ്ചായത്ത് നാം തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. അതിൻ്റെ ആവേശകരമായ പ്രവർത്തനമാണ് നമ്മുടെ വാർഡുകളിൽ നിന്ന് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ഏകാധിപത്യ പ്രവണതയിലൂടെ ഇന്ത്യയെ നയിക്കുന്ന മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസ്റ്റ് ചിന്തകളും തകർക്കാൻ ശ്രമിക്കുന്ന, ഏകാധിപത്യ രീതിയിൽ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ശക്തി, ആ ശക്തിക്കെതിരായി നമുക്ക് പടപൊരുതേണ്ടതായിട്ടുണ്ട്. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് അധ്യക്ഷനായി. TK പൊറഞ്ചു, സുനിൽ ലാലൂർ, അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി CK വിനോദ്, പഴൂർ അപ്പുക്കുട്ടൻ,
AP രാമകൃഷ്ണൻ, ബിന്ദു അശോകൻ, കോടന്നൂർ ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ സംസാരിച്ചു. പൊതുയോഗത്തിൽ സ്ഥാനാർത്ഥികളെ നേതാക്കൾ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. മാപ്രാണത്ത് നഗരസഭാ സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ കല്ലേറ്. ഇരിങ്ങാലക്കുട നഗരസഭ 41-ാം വാർഡ് LDF സ്ഥാനാർത്ഥി വിമി ബിജേഷിന്റെ വീടിന് നേരെയാണ് കല്ലേറ് നടന്നത്. ബുധനാഴ്ച രാത്രി 9:30 ചകിരി കമ്പനിക്ക് സമീപത്തെ വീട്ടിലാണ് സംഭവം നടന്നത്. വിമിയുടെ ഭർത്താവ് പാടപറമ്പിൽ വീട്ടിൽ ബിജേഷ് വിദേശത്താണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കഴിഞ്ഞ ദിവസം വിമി ബിജേഷ് പുറത്തു പോയിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഇവരുടെ 2 മക്കളും വയോധികയായ അമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന് നേരെ കല്ലേറ് നടന്നതോടെ പരിഭ്രാന്തരായ ഇവർ ഉടൻ തന്നെ വിമി ബിജേഷിനെ സംഭവം അറിയിച്ചു. വന്ന വഴിക്ക് മോളക്കാകെ പേടിച്ച് വിറച്ച് ഇരിക്കുകയാണ്. അമ്മ കല്ലെറിഞ്ഞു, ആൾക്കാർ വന്ന് കല്ലെറിഞ്ഞിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കായിരുന്നു മോള്. കല്ലെറിയണ ഒച്ചകൾ കേട്ടിട്ടാണ് ഇവര് വീടിന്റെ അകത്തുനിന്ന് ഓടി പുറത്തേക്ക് വന്നത്. അപ്പൊ ആരും കണ്ടില്ല. അമ്മ ആരെങ്കിലും കണ്ടോ ഓടി പോണെന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. വഴിയിൽ വെച്ചൊക്കെ കണ്ടോ. ഉച്ചയ്ക്ക് വന്ന വിമി വിജേഷിന്റെ വീടല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അവര് ഞാനതേന്ന് പറഞ്ഞു. പറഞ്ഞ പക്ഷെ അവര് പോയി. പിന്നെ എന്താണെന്നില്ല, അതിന് പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞൊരു 9:30 നേരത്ത് അപ്പൊ ഞാൻ ഉള്ളിലായിരുന്നു. അപ്പൊ 2 കല്ല് ചടപടയായിരുന്നു. അപ്പൊ എനിക്ക് പേടി തോന്നില്ല. പുറത്ത് കിടന്ന് നോക്കിയപ്പോ കടക്കുമ്പോ ഈ കല്ല് കിടക്കുന്നു. ഇതിനിടെ നാട്ടുകാർ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം കൈമാറി. പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. CCTV കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. UDF ചേർപ്പ് മണ്ഡലം കൺവെൻഷൻ പഞ്ചായത്ത് ഭോജനശാലയിൽ നടന്നു. BJP വിഷം വമിപ്പിക്കുന്ന ഫാക്ടറിയാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കർമ്മഭൂമിയാണ് ഈ പറയുന്ന ചേർപ്പ് എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ആഴത്തിൽ വേരുകളുള്ള ഈ പ്രദേശം ഒരു കാരണവശാലും ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്ക് വിട്ടുകൊടുക്കുകയില്ല എന്ന പ്രഖ്യാപനമാണ് നമ്മുടെ ഈ കൺവെൻഷൻ ഉണ്ടാകുന്നത്. എന്തൊക്കെ തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പാകുമ്പോ ഏകോദര സഹോദരങ്ങളെ പോലെ കൈകോർത്തുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ആളുകൾ, രാഷ്ട്രീയ എതിരാളികളൊക്കെ ഇനി ഇവിടുന്ന് ഏതെങ്കിലും തരത്തിൽ ഭിന്നതകളുണ്ടായിട്ട് ഒരു ആനുകൂല്യം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ച് നിൽക്കണ്ട. ഇത് UDF ഒറ്റക്കെട്ടാണ്. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു ഐക്യം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ചരിത്രത്തിൽ ഏറ്റവും കോർഡിനേറ്റഡ് ആയിട്ട് UDF ഇലക്ഷൻ നേടുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ കോർപ്പറേഷനുകളിലേക്ക് മറ്റു പല സ്ഥലങ്ങളിലേക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാം. ഇതിലെ 2 മുന്നണികളെയും കുറിച്ച് പറഞ്ഞാൽ കേഡറാണ് അല്ലെ, കേഡർ പ്രസ്ഥാനമാണെന്ന് പറയുന്നത്. അവരെ അപേക്ഷിച്ച് ഒരു ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ് നിരവധി സങ്കീർണമായ പ്രക്രിയകളിലൂടെ നിരവധി സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൺവിൻസ് ചെയ്തുകൊണ്ട് അവരുടെ എല്ലാം കൺസെൻസസോട് കൂടിയിട്ട് ഒരു കാൻഡിഡേറ്റ് ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് സാധിച്ചു, ഐക്യ ജനാധിപത്യത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെ ഇത്തവണ എത്ര ഗംഭീരമായിട്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേടാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, ഈ തെരഞ്ഞെടുപ്പ് UDF ജയിക്കാൻ പോകുന്നത്. വിഷം വമിപ്പിക്കുന്ന ഫാക്ടറിയാണ് BJP എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. ജനങ്ങൾക്ക് പറ്റിയ തെറ്റ് തിരുത്തുവാനുള്ള സമയമാണ് തെരഞ്ഞെടുപ്പ്. പൂർവികർ നേടിത്തന്ന സ്വാതന്ത്ര്യവും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള അവസരം കൂടിയാണിത്. ഒഴുക്കിനെതിരെ നീന്തിയവനാണ് താൻ. വിശ്വാസവും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണം. തന്നേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം മറ്റാർക്കും വേണ്ടെന്ന് പറയുന്ന മന്ത്രിമാരാണ് ഇവിടെ ഭരിക്കുന്നത്. കൊള്ളക്കാരുടെ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് K. രാമചന്ദ്രൻ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി വഹാബ് കടവിൽ, കേരള കോൺഗ്രസ് നേതാവ് കൃഷ്ണകുമാർ, KPCC മുൻ ട്രഷറർ KK കൊച്ചുമുഹമ്മദ്, MN ഉണ്ണികൃഷ്ണൻ, MK അബ്ദുസലാം, CN ഗോവിന്ദൻകുട്ടി, ജോസഫ് പെരുമ്പിള്ളി, ബിജു കുണ്ടുകുളം, KK അശോകൻ, TK പൊറഞ്ചു, CO ജേക്കബ്, IA വിൽസൺ എന്നിവർ സംസാരിച്ചു. ചെയർമാനായി മണ്ഡലം പ്രസിഡന്റ് K. രാമചന്ദ്രൻ, കൺവീനർമാരായി TN ഉണ്ണികൃഷ്ണൻ, ജോർജ് ആൻഡോ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കൺവെൻഷൻ രൂപം നൽകി. ഇനി സ്ഥാനാർത്ഥിക്കൊപ്പം. നമസ്കാരം. സ്ഥാനാർത്ഥിക്കൊപ്പം ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ നിരവധിയായ സ്ഥാനാർത്ഥികൾ നമ്മളോടൊപ്പം
അവരുടെ ആശയങ്ങളൊക്കെ പങ്കിട്ട് മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഇന്ന് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. പുതിയ ഡിവിഷനുകൾ ധാരാളം ആരംഭിച്ചു. പ്രത്യേകിച്ച് 8 ഡിവിഷനിൽ ഇതിൻ്റെ 9ാം ഡിവിഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിൻ്റെ പ്രിയ ഒരു സ്ഥാനാർത്ഥിക്കൊപ്പമാണ് നിൽക്കുന്നത്. പുതുമുഖമാണ്, ആദ്യമായിട്ടാണ് മത്സരരംഗത്തിലെ. പേരടക്കം പറഞ്ഞോളൂ. എൻ്റെ പേര് ഷക്കീല അമീർ. എൻ്റെ വീട് ഇവിടെ മുത്തുള്ളിയാലാണ്. ഈ 2 വീടപ്പുറം എൻ്റെ വീട്. 8 ഡിവിഷനിൽ 4 പഞ്ചായത്ത് ഉണ്ട്, 4 വാർഡുകളുണ്ട്. 4 വാർഡ് 12, 13, 16, 17, 18 എന്നീ വാർഡുകളാണ്. ആദ്യത്തെ ഒരു ഇതാണ് ഈ ഒരു ഡിവിഷൻ തിരിച്ചപ്പോൾ ആദ്യം നടക്കുന്നതാണ്. അതെ ആദ്യം നടക്കുന്നതാണ്. എങ്ങനെയാണ് ആത്മവിശ്വാസം എത്രത്തോളം? നല്ല ആത്മവിശ്വാസം ഉണ്ട്, ജയിക്കും. എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ തയ്യൽ തൊഴിലാളിയാണ്. എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആളുകളൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. ഉണ്ട് ഒരുപാടുണ്ട്. ഞാൻ ടൈലറിംഗ് അസോസിയേഷനിൽ ചേർപ്പ് ഏരിയ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ മഹിളാ അസോസിയേഷനിൽ ചേർപ്പിൻ്റെ വില്ലേജ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ പ്രസിഡന്റാണ്. നമുക്കറിയാം, നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം. ഈ 8 സംബന്ധിച്ച് നമുക്കറിയാൻ പറ്റും, ഈ കൂടുതലായിട്ട് മഴക്കാലങ്ങളിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളടക്കം വലിയ വാർത്താ പ്രാധാന്യവും ദുരിതങ്ങൾ അനുഭവിക്കുന്ന പ്രദേശമാണ്. ഏറ്റെടുക്കുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. എങ്ങനെ നോക്കി കാണുന്നു? നമുക്കറിയാം, നമ്മൾ ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ 17ാം വാർഡ്, 18ാം വാർഡ്, അതുപോലെ തന്നെ അപ്പുറത്ത് 16ാം വാർഡ്, അങ്ങനെ കുറച്ച് വാർഡുകളുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ മഴവെള്ളം നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാന്നുള്ള ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ ഇറങ്ങി. ഡിവിഷൻ തിരിക്കുന്നതിന് മുമ്പ് സിറ്റിംഗ് സീറ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിന്റെ പ്രസിഡന്റിന്റെ വാർഡായിരുന്നു. അതെ പ്രസിഡന്റ് രാധാകൃഷ്ണ മാഷിന്റെ വാർഡായിരുന്നു. അതെ ആയിരുന്നു. അത് ഒരു ആത്മവിശ്വാസം തരുന്നുണ്ടോ? നല്ല തീർച്ചയായിട്ടും നല്ലൊരു ആത്മവിശ്വാസം എനിക്ക് ഉണ്ട്. ഇതുവരെ പോയാലുണ്ട്. നല്ല അണികളെ സംബന്ധിച്ച് ഒരു സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നത് വലിയൊരു കടമ്പയാണ്. അതായത് പുതിയൊരാളുകൾക്ക് ഒരു ആദ്യത്തെ ഒരു ഡിവിഷൻ തിരിച്ച ശേഷം നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയാണ് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ? എങ്ങനെ? ഇവിടെ തീർച്ചയായിട്ടും നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങൾ കാഴ്ചവെക്കുന്നത് കുഴപ്പമില്ലാണ്ടൊക്കെ ഇപ്പോൾ ഉണ്ട്. അത് ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്, ഇവിടെ ഞങ്ങൾ ജയിക്കുന്നു. അതേപോലെ തന്നെയാണ്, നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമ്മൾ രാധാകൃഷ്ണ മാഷ് ജയിച്ച അതേ നിലവാരത്തിൽ തന്നെ നമ്മൾ ഈ വാർഡും നല്ല രീതിയിൽ ജയിക്കുന്നുള്ള 100% ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നമ്മളെല്ലാ പ്രവർത്തകരെല്ലാവരും. എങ്ങനെയാണ് ഈ പ്രചരണം? ഇപ്പം രാവിലെ തന്നെ തുടങ്ങുമോ? രാവിലെ തന്നെ തുടങ്ങും. രാവിലെ 8 മണിക്ക് ഇറങ്ങും. പിന്നെ അതിൻ്റെ ഇടയിൽ വീട്ടിലൊന്ന് വരും. പിന്നെ ചിലപ്പോൾ 9 മണിക്ക് കയറി വരുമ്പോൾ അതുവരെ. ഇങ്ങനെ ഒരു കാര്യം പാർട്ടി ഏൽപ്പിച്ചപ്പോൾ എന്താണ് മനസ്സിൽ തോന്നി? ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം, വലിയൊരു ഉത്തരവാദിത്തമല്ലേ? ആദ്യമായിട്ട് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ല എന്നായിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ തന്നു. അപ്പോൾ ധൈര്യമായിട്ട് ഞാൻ മുന്നോട്ട് പോയി. ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് നല്ലൊരു ആത്മവിശ്വാസം, എന്തായാലും ജയിച്ചു പോരും. എന്തായാലും പുതിയ ആളുകളൊക്കെ മത്സര രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതാ ഉമ്മയൊക്കെ കാത്തിരിക്കുകയാണ് കേട്ടോ. സ്ഥാനാർത്ഥി വന്നിരിക്കുകയാണ്. എപ്പോഴും കാണണം. അതെ, തീർച്ചയായിട്ടും. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആളുകളുടെ എല്ലാം സുപരിചിതമായ മുഖമാണ്. നമ്മളെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ഇതൊക്കെ. എങ്ങനെ സ്ഥാനാർത്ഥി ആയപ്പോ എങ്ങനെ സന്തോഷമായോ? സന്തോഷമുണ്ട്. എങ്ങനെ കൂടെ ഉണ്ടാവൂലേ? കൂടെ ഉണ്ടാവും. എന്തായാലും സ്ഥാനാർത്ഥിക്കൊപ്പം നിരവധി ആളുകളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളും
സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയാനുള്ള കാര്യങ്ങളും അവരുടെ വിശേഷങ്ങളൊക്കെ ഒപ്പിയെടുക്കുകയാണ് മറ്റൊരു സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളുമായി. PK പുഷ്പാങ്കദൻ 8ാം വാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചു. വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഗീത ബൈജുരാജാണ് പുരസ്കാര വിജയി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി തന്റെ ഒരു വലിയ ജീവിത കാലഘട്ടം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ശ്രമിച്ച PK പുഷ്പാങ്കദനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം നമ്മൾ വിട്ടുപോയിട്ട് ഈ 28ാം തീയതിക്ക് 8 വർഷം തികയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിൻ്റെ ചരമദിനമായ 28ാം തീയതി എല്ലാ വർഷവും സംയുക്തമായി അത് ആഘോഷിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഒരു ഈ നാട്യ മണപ്പുറത്തിലെ കലാ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ഒരു പരിപാടി ചെയ്തിരുന്നു. അനുസ്മരണ കമ്മിറ്റി ഭാരവാഹികൾ തൃപ്രയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പുരസ്കാര വിജയിയെ പ്രഖ്യാപിച്ചത്. നാട്ടിക മണപ്പുറത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു PK പുഷ്പാങ്കദൻ. അദ്ദേഹത്തിന്റെ 8ാം അനുസ്മരണ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 8:30 ഏങ്ങണ്ടിയൂർ KS കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ പുഷ്പാർച്ചന നടക്കും. PK പുഷ്പാങ്കദന്റെ അനുസ്മരണയിൽ കലാകായിക സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കാനാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഈ വർഷത്തെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത് ഏങ്ങണ്ടിയൂർ സ്വദേശിനി നെടുമ്പറമ്പിൽ വീട്ടിൽ ഗീത ബൈജുരാജിനെയാണ്. വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടായ ഇവർക്ക് വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രി, രാഷ്ട്രപതി എന്നിവരുടെ അംഗീകാരം ലഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് 2026 ജനുവരി ആദ്യവാരത്തിലാണ് അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടത്തുക എന്നും ഭാരവാഹികൾ അറിയിച്ചു. അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ PK രാജേശ്വരൻ, ബിനീഷ് ചില്ലിക്കൻ, PP പ്രമോദ്, TS സജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. SNDP യോഗം തളിക്കുളം അമ്പലനട ശാഖയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ സമർപ്പണം ശനിയാഴ്ച നടക്കും. SNDP യോഗം നാട്ടിക യൂണിയൻ ശ്രീനാരായണ സംഗമവും സ്നേഹാദരവും അന്നേ ദിവസം നടക്കും. യൂണിയൻ ഭാരവാഹികൾ തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. SNDP യോഗം തളിക്കുളം അമ്പലനട ശാഖയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ സമർപ്പണം ശനിയാഴ്ച നടക്കും. തളിക്കുളം എരണയെഴുത്ത് ക്ഷേത്രം ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യും. നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് പ്രാർത്ഥനാ ഹാൾ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഭദ്രദീപം തെളിയിക്കും. 80 വയസ്സ് പിന്നിട്ട മുൻ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിക്കും. ശനിയാഴ്ച വൈകിട്ട് 3 നാട്ടിക ശ്രീനാരായണ ഹാളിൽ ശ്രീനാരായണ സംഗമവും സ്നേഹാദരവും നടക്കും. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ വരുന്ന 29ാം തീയതി ശനിയാഴ്ച SNDP യോഗം നാട്ടിക യൂണിയന്റെ കീഴിലുള്ള അമ്പലനട തളിക്കുളം ശാഖയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണ് നടത്തുന്നത്. രാവിലെ 10 മണിക്ക്. അതോടൊപ്പം തന്നെ അന്ന് ശാഖ വിവിധ പരിപാടികളിലൂടെ മുൻ ശാഖ ഭാരവാഹികളായിരുന്ന അശോകേട്ടൻ, അതുപോലെ തന്നെ തൊഴുത്തുംപറമ്പിൽ ഷൺമുഖേട്ടൻ എന്നിവരെ ആദരിക്കുന്ന ഒരു ചടങ്ങും, അതുപോലെ തന്നെ മൺമറിഞ്ഞു പോയ ശാഖയിലെ പ്രധാനികളായിട്ടുള്ള ആളുകളുടെ ഫോട്ടോ അനാച്ഛാദനവും ആ മന്ദിരത്തിൽ നടത്തുകയാണ്. വിവിധ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ അന്ന് ശാഖ നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറിയും സഹധർമ്മിണി ശ്രീമതി പ്രീതി നടേശനും ആ ചടങ്ങിൽ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിൽ അതിമനോഹരമായ ശാഖാ മന്ദിരമാണ് തളിക്കുളം അമ്പലനട ശാഖ പണികഴിപ്പിച്ചിട്ടുള്ളത്. നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, വൈസ് പ്രസിഡന്റ് PV സുദീപ്, യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ, യൂണിയൻ കൗൺസിലർ നരേന്ദ്രൻ തയ്യിൽ, PS പ്രജോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട ബിനു സ്വയനെ കാപ്പ ചുമത്തി നാടുകടത്തി. ഓപ്പറേഷൻ കാപ്പ നടപടിയുടെ ഭാഗമായാണ് നാടുകടത്തൽ. കുപ്രസിദ്ധ ഗുണ്ട നാട്ടിക ചെർക്കര സ്വദേശി തണ്ടയാൻ വീട്ടിൽ ബിനു സ്വയനെയാണ് കാപ്പ നിയമപ്രകാരം 6 മാസക്കാലത്തേക്ക് നാടുകടത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി V കൃഷ്ണകുമാർ ഇയാൾക്കെതിരെ കാപ്പ നിയമം ചുമത്താൻ ശുപാർശ നൽകിയിരുന്നു. തുടർന്ന്
തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ കാപ്പ ചുമത്തിയുള്ള ഉത്തരവിടുകയായിരുന്നു. ബിനു സ്വയൻ, വലപ്പാട്, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനുകളിലായി ഒരു ഗാർഹിക പീഡനം, അടിപിടി ഉൾപ്പെടെ 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SHO K അനിൽകുമാർ, SI ഹരി, CPO സുവി സെബാസ്റ്റ്യൻ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. ഈ വർഷം മാത്രം ഇതുവരെ റൂറൽ ജില്ലയിൽ 73 പേരെയാണ് കാപ്പ നിയമപ്രകാരം ജയിലിലടച്ചത്. ആകെ 214 ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തി. 141 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തൽ ഉൾപ്പെടെയുള്ള നടപടികളും സ്വീകരിച്ചു. ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്താനുള്ള നീക്കത്തിലാണ് തൃശൂർ റൂറൽ പോലീസ്. വടന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി തീപ്പൊള്ളലേറ്റ് മരിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. മനക്കളക്കടവ് സ്വദേശിനി 20 വയസ്സുള്ള അർച്ചന മരിച്ച കേസിലാണ് ഭർത്താവ് നന്ദിപുലം മാട്ടുമല സ്വദേശി ഷാറൂൺ അറസ്റ്റിലായത്. ബുധനാഴ്ചയാണ് ഭർത്താവ് ഷാരോണിന്റെ മാട്ടുമലയിലെ വീടിനോട് ചേർന്ന കനാലിൽ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി പൊള്ളലേറ്റ് അർച്ചന മരിച്ചത്. മരിക്കുമ്പോൾ അർച്ചന 5 മാസം ഗർഭിണിയായിരുന്നു. വരന്തരപ്പള്ളി മനക്കലക്കടവ് സ്വദേശിനിയാണ് വെളിയത്ത് വീട്ടിൽ അർച്ചന. ബുധനാഴ്ച വൈകിട്ട് 3:40 4 മണിക്കും ഇടയിലുള്ള സമയത്താണ് സംഭവം നടന്നത്. മകളുടെ മരണത്തിൽ അച്ഛൻ ഹരിദാസൻ വരന്തരപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 80 പ്രകാരം ഭർത്താവോ ബന്ധുക്കളോ സ്ത്രീയെ ക്രൂരതയ്ക്ക് ഇരയാക്കൽ, വകുപ്പ് 85 പ്രകാരം സ്ത്രീധന മരണം എന്നിവ പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. പ്രതിയായ ഭർത്താവ് ഷാരോണിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചാലക്കുടി DYSP VK രാജുവാണ് കേസ് അന്വേഷിച്ചത്. പ്രതി ഷാരോൺ വരന്തരപ്പള്ളി, പുതുക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി കഞ്ചാവ് ഉപയോഗിക്കൽ, മദ്യലഹരിയിൽ മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം വാഹനമോടിക്കൽ എന്നിവയുൾപ്പെടെ 3 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാതികൾ പൊതുനിരീക്ഷകൻ സ്വീകരിക്കും. ഇതു സംബന്ധിച്ച പരാതികൾ പൊതുനിരീക്ഷകന് നൽകാവുന്നതാണ്. പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള പരാതികളും നിർദ്ദേശങ്ങളും 9447 03 9773 എന്ന ഫോൺ നമ്പറിലോ ജനറൽ ഒബ്സർവർ tsr@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ആണ് നൽകേണ്ടത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,710 രൂപ, പവന് 93,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. UDF ചേർപ്പ് മണ്ഡലം കൺവെൻഷൻ പഞ്ചായത്ത് ഭോജനശാലയിൽ നടന്നു. BJP വിഷം വമ്പിക്കുന്ന ഫാക്ടറിയാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ. മാപ്രാണത്ത് നഗരസഭാ സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ കല്ലേറ്. ഇരിങ്ങാലക്കുട നഗരസഭ 41-ാം വാർഡ് LDF സ്ഥാനാർത്ഥി വിമി വിജേഷിന്റെ വീടിന് നേരെയാണ് കല്ലേറ് നടന്നത്. കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ CPIM BJP അവിശുദ്ധ കൂട്ടുകെട്ട് സഹകരണ മേഖലയെ തകർത്തെന്ന് KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ. കോടന്നൂർ സെന്ററിൽ നടന്ന UDF പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.